ബന്ധപ്പെട്ട് വ്യാഖ്യാനിച്ച വിശദീകരിച്ച മറ്റ് വചന പ്രഘോഷണത്തിനായിട്ട് തിരിക്കുന്നവരെ, മാതാപിതാക്കളെ, വാത്സല്യമുള്ള കുഞ്ഞുമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ സന്ധികളിൽ ദൈവവചനം ശ്രവിക്കുന്നതിനും വചനത്തോട് ബന്ധപ്പെട്ട ജീവിതം നയിക്കുന്നതിനുമെല്ലാമായിട്ട് ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ധാരാളം ആളുകൾ ഈ സന്ധിയിൽ നമ്മളുടെ ഈ പരിശുദ്ധ കുർബാനയ്ക്ക് ചുറ്റുമുണ്ട്. ദൈവവചനം നിരന്തരമായിട്ട് പ്രഘോഷിച്ച പരിചയമുള്ള ആളുകളെയാണ് ഇവിടെ നിങ്ങൾക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഞാനൊരു ചെറിയ ചിന്ത മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 11:29 നമ്മൾ വായിക്കുന്ന തിരുവചനം, ഈ തലമുറ അടയാളങ്ങൾ അന്വേഷിക്കുന്നു, എന്നാൽ യോനായുടെ അടയാളമല്ലാതെ മറ്റൊരു അടയാളവും നിങ്ങൾക്ക് നൽകപ്പെടുകയില്ല. ഈശോ പരസ്യ ജീവിതകാലത്ത് ദൈവവചനം പ്രഘോഷിച്ച് ആ വചന പ്രഘോഷണത്തിന്റെ ആവശ്യകത എന്താണ് എന്ന് പഠിപ്പിക്കുകയാണ്. നടപടി പുസ്തകം 18:9 നമ്മൾ വായിക്കുന്നുണ്ട്. രാത്രിയിൽ കർത്താവ് ഒരു ദർശനത്തിൽ പൗലോസിനോട് പറഞ്ഞു, പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും നിശബ്ദനായിരിക്കരുത്, നിരന്തരമായിട്ട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. പൗലോസിനോട് കർത്താവ് ദർശനത്തിൽ കൊടുത്ത ഒരു കാര്യമാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക, വചനം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുക, നിശബ്ദനായിട്ടിരിക്കരുത്. ദൈവവചനം കേട്ട് 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 അതിനോട് ഏറ്റവും പരിചയമുള്ള ഒരു ജീവിതക്രമത്തിലേക്ക് നിങ്ങൾ എത്തണം. അതാണ് ഈശോ പൗലോസിനോടും പറഞ്ഞതിന്റെ അർത്ഥം. യോനായുടെ അടയാളം എന്താണ്? യോന വേറൊരു രാജ്യത്തു നിന്ന് നിനിവെ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് മനസാന്തരത്തിന്റെ ചിന്തകൾ കൊടുക്കാനായിട്ട്, ദൈവവചനം പ്രസംഗിക്കാനായിട്ട് പോയ വ്യക്തിയാണ്. യോനായുടെ അടയാളം മനസാന്തരത്തിന് ഉപകാരപ്പെടുന്ന വചന പ്രഘോഷണമാണ്, മറ്റൊന്നുമല്ല. മറ്റൊന്നും യോനായ്ക്ക് അവിടെ ചെയ്യാനില്ലായിരുന്നു. അദ്ദേഹം മാറി നിൽക്കാൻ നോക്കി, പ്രസംഗിക്കാൻ ചാകിരി കുറവാണെന്നുള്ള മട്ടിൽ താല്പര്യക്കേട് കാണിച്ചു. യാത്രയിൽ ഒരുപാട് ക്ലേശങ്ങൾ വന്നു. ഇതെല്ലാം വന്നിട്ടും യോന നിനിവേയിൽ എത്തുകയും അവിടുത്തെ രാജാവിനോടും എല്ലാ ജനങ്ങളോടും ദൈവവചനം പ്രസംഗിക്കുകയും അവരെല്ലാവരും മാനസാന്തരപ്പെട്ട് ദൈവം എന്ത് ആഗ്രഹിക്കുന്നുവോ അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് എല്ലാവരും തയ്യാറാവുകയും ചെയ്തു. യോനായുടെ അടയാളം അല്ലാതെ, ദൈവവചന പ്രഘോഷണമല്ലാതെ, ആ വചനം കേട്ട് മനസാന്തരപ്പെടുന്ന ഒരു ഹൃദയ പരിവർത്തനത്തിലൂടെ അല്ലാതെ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒക്കെയില്ല. സുവിശേഷകന്മാര് പറയുന്നുണ്ടല്ലോ, ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ, പുതിയ യോന, വലിയ യോന, ഉയർത്തപ്പെട്ട യോന, ദൈവവചന പ്രഘോഷകനല്ല, ആ വചനം തന്നെയായ യോന. ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ, യോനായേക്കാൾ മറ്റൊരു അടയാളം ഒന്നും തരാനില്ല എന്ന് പറഞ്ഞ ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ, അതായത് വചനപ്രഘോഷണം കൊണ്ട് വേണം ലോകത്തിന് മാനസാന്തരം ഉണ്ടാകാൻ എന്ന് പറഞ്ഞ ആ പശ്ചാത്തലത്തിൽ തന്നെ വലിയ യോന ആയ, വചനം തന്നെയായ, ദൈവരാജ്യത്തിന്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വന്ന ഈശോ തന്നെയായ ആ കാര്യത്തെ കുറിച്ചാണ്. ഇതാ ഇവിടെ യോനായേക്കാൾ വലിയവൻ, ഇനി ഒരടയാളവും ചോദിച്ചേക്കരുത്, ഇനി ഒരടയാളവും ദൈവത്തിന് നമുക്കായിട്ട് തരാനില്ല. യോന ആയിരുന്നു വലിയ അടയാളം. ഇവിടെ ഭാഗ്യവശാൽ നമുക്ക് യോനായേക്കാൾ വലിയ ആള് വന്നിരിക്കുന്നു. ആ പറഞ്ഞതിന്റെ എല്ലാ അർത്ഥം പ്രീച്ചിങ്ങിന്, ദൈവവചന പ്രഘോഷണത്തിന് നമ്മളുടെ ജീവിതത്തിലും നമ്മുടെ ആരാധനക്രമത്തിലും നമ്മുടെ ക്രിസ്തീയമായിട്ടുള്ള ആത്മീയതയിലും എല്ലാം ഉള്ള ആ അടിസ്ഥാനപരമായ ഒരു കാര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. യോനായേക്കാൾ വലിയ
വനായ ഈശോ തന്ന അടയാളം ആ പ്രഘോഷണത്തിലൂടെ കൈവരിച്ച കുരിശുമരണവും ഈശോയുടെ ഉത്ഥാനവുമാണ്. നമുക്ക് കൈവന്നിരിക്കുന്ന അടയാളങ്ങൾ അതാണ്. പരിശുദ്ധ കുർബാനയേക്കാൾ വലിയൊരു അടയാളമില്ല, വലിയൊരു അത്ഭുതമില്ല. അവിടെ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉണർവിനേക്കാൾ വലിയ രോഗശാന്തിയില്ല, അതിനേക്കാൾ വലിയ ഒരു മാനസികമായിട്ടുള്ള ഉണർവ് നമുക്ക് കിട്ടാനില്ല. യോനായേക്കാൾ വലിയവനായ ഈശോ എന്ന ഏറ്റവും വലിയ അടയാളമാണ് ഈ പരിശുദ്ധ കുർബാനയും അതിന്റെ നിറവില് നമ്മൾ നടത്തുന്ന ആ പ്രഘോഷണവും. അതുകൊണ്ട് നമ്മൾ ഇതുപോലുള്ള വാർഷിക ധ്യാനം മുഴുവനായിട്ട് വലിയ ഒരു പ്രീച്ചിങ്ങിലൂടെ, വലിയൊരു ഉണർവിലൂടെ നമ്മൾ നടത്തുമ്പോൾ നമ്മളെല്ലാവരും അതിൽ പങ്കെടുക്കണം. ഇവിടെ മാതാപിതാക്കളും സിസ്റ്റേഴ്സും കൊച്ചുകുട്ടികളും മക്കളും മരുമക്കളും എല്ലാം ഈ ഇവിടെയുണ്ട്. നമ്മുടെ വികാരിച്ചന്റെ വചന പ്രഘോഷണ ശൈലിയോടും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടുതൽ അടുപ്പമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ പറഞ്ഞതുപോലെ മറ്റ് 2 അച്ഛന്മാരും ഇവിടെ ദൈവവചനം പ്രസംഗിക്കാനായിട്ട് എത്തിയവര് ഈ വചനത്തിലേക്ക് നമ്മെ കൂടുതലായിട്ട് കൊണ്ടുവന്ന് എത്തിക്കണം. ദൈവവചനം, ബൈബിള് നമ്മളുടെ കൈകളിൽ എപ്പോഴും ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം എന്ന് സഭയുടെ പിതാക്കന്മാര് വിശുദ്ധ അംബ്രോസ് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും ദൈവവചനം, ബൈബിള് കയ്യിലുണ്ടെങ്കിൽ, പരിശുദ്ധ കുർബാനയോട് നമുക്ക് അടുപ്പമുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഉത്തരമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ദൈവവചനം തന്നെ വളരുന്നത് നമ്മളെ ബൈബിള് വായിക്കുമ്പോഴാണ്. ബൈബിൾ അടച്ച് നമ്മൾ എവിടെയെങ്കിലും മുറിയിൽ വെച്ചാല് ഒരു കാര്യവുമില്ല. ദൈവവചനം വളരുന്നത് നമ്മൾ വായിക്കുമ്പോഴാണ്. ദൈവവചനം പൂക്കുന്നത് ആ വചനത്തിന്റെ വ്യാഖ്യാനം കേൾക്കുമ്പോഴാണ്. ദൈവവചനം കായ്ക്കുന്നത് ആ കേട്ട വ്യാഖ്യാനം നമ്മൾ ജീവിതത്തിൽ പകർത്തുമ്പോഴാണ്. അംബ്രോസിന്റെ മനോഹരമായ വ്യാഖ്യാനമാണത്. അങ്ങനെ ദൈവവചനം വളർന്ന് നമ്മുടെ വായനയിലൂടെ അത് പുഷ്പിച്ച് നമ്മളുടെ ഈ വചന പ്രഘോഷണത്തിലൂടെ അത് കായ്ക്കുന്ന കാലം നമ്മൾ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അതാണ് ക്രിസ്തീയ ജീവിതം. പരിശുദ്ധ കുർബാനയോട് ചേർന്ന ജീവിതം അതാണ്. ആധ്യാത്മിക മൂല്യങ്ങൾ നമ്മൾ കൊണ്ടു നടക്കുന്ന ജീവിതം അതാണ്. അങ്ങനെ നമുക്ക് നമ്മെ തന്നെ ദൈവവചനത്തിന് ചുറ്റും ആയിട്ടുള്ള ആരാധനയുടെ ഒരു സമൂഹമായിട്ട് നമുക്ക് നമ്മെ കണ്ടെത്താം, നമ്മെ തിരിച്ചറിയാം. ഈ സന്ധ്യകളിലുള്ള നമ്മളുടെ ഈ കൂടിവരവും നമ്മളുടെ പ്രിയപ്പെട്ട അച്ഛന്മാര് ഞങ്ങൾക്ക് നൽകുന്ന വചന വ്യാഖ്യാനവും എല്ലാം നമ്മളുടെ ജീവിതത്തെ നവീകരിക്കുന്നതിനും നമ്മളുടെ ആ നവീകരിക്കപ്പെട്ട ജീവിതത്തിലൂടെ നല്ല മാതാപിതാക്കളായിട്ട്, പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുന്നുണ്ടല്ലോ, സുവിശേഷത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന അപ്പനും അമ്മയും മക്കളുമുള്ള ഒരു വീട്, അതാണ് തിരുക്കുടുംബമായിട്ട് മാറ്റിയെടുക്കേണ്ട വീടിന്റെ അവസ്ഥ. അങ്ങനെ ആ സുവിശേഷത്തിന്റെ സന്തോഷം മാർപ്പാപ്പ എപ്പോഴും പറയുന്ന ആ കാര്യം, ദൈവവചനം വായിച്ച് കേട്ട് പഠിച്ച് അത് ജീവിതത്തിൽ നമുക്ക് പ്രാവർത്തികമാക്കണമെന്നുള്ള ആ ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതത്തിന് വേണ്ട ക്രമീകരണങ്ങൾ നമുക്ക് വരുത്താം. പ്രിയപ്പെട്ട വികാരിച്ചനെ നിങ്ങളെല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. അൽഫോൻസാമിയോടും വാഴ്ത്തപ്പെട്ട കുഞ്ഞച്ചനോടും മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.